PC with box. ഇഷ്ടായി വെച്ചു? ഇഷ്ടായാ? ഇജ്ജെല്ലാം സ്പ്രേ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഒരു 7 monthsന് ശേഷം എ ഡേ ഔട്ട് വിത്ത് മൈ ഫിയാൻസി. അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഷർട്ടും അതുപോലെ തന്നെ ബ്ലാക്ക് ജീൻസും ഒരു ബ്ലാക്ക് ടോട്ട് ബാഗാണ് കേട്ടോ പെയർ ചെയ്തേക്കുന്നത്. നമ്മൾ പോണത് സ്കൂട്ടിയിലായ കാരണം ആ ഒരു പോണ ടൈമിൽ ചെറുതായിട്ട് മഴയുള്ള കാരണം നമ്മൾ റെയിൻ കോട്ടൊക്കെ ഇട്ടു, ഡ്രസ്സ് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടാണ് കേട്ടോ വിച്ചു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആന്ധ്രയിൽ നിന്ന് സ്റ്റുഡിയോന്ന് മേടിച്ച ഷർട്ടായിരുന്നു. നമ്മൾ വണ്ടിയിൽ കയറുന്ന സമയത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ കോട്ട് ഇട്ടു. പക്ഷേ നമ്മളൊരു 10 മിനിറ്റ് മൂവ് ചെയ്തപ്പോഴേക്കും മഴ പോയിട്ടോ. പക്ഷെ നമ്മൾ കോട്ട് ഊരാൻ പോയില്ല. ഇനി വഴിയിലെങ്ങാനും മഴ കിട്ടി ഡ്രസ്സാകെ നനയണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ആ കോട്ട് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടേക്കാണ് പോകണമെന്നൊന്നും പറഞ്ഞില്ല അല്ലേ. നമ്മളിപ്പോൾ പോണത് തൃശ്ശൂർക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 minutes അല്ലെങ്കിൽ ഒരു 1 hour ഉണ്ട് തൃശ്ശൂർ ടൗണിലേക്ക് എത്താനായിട്ട്. നമ്മൾ പോണ വഴിയിൽ ശോഭയിൽ കയറും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ സ്റ്റോറിക്കുള്ള, എൻ്റെ അല്ല ഞങ്ങളുടെ 2 പേരുടെയും സ്റ്റോറാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളുടെ സ്റ്റോറിക്കുള്ള മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ ഇന്ന് പോണത്. പോണ വഴിയിലൊരു പാലം കണ്ടു. വെള്ളമൊക്കെ നിറഞ്ഞ് നിൽക്കണ പാലമായിരുന്നു. എപ്പോഴാണെന്നറിയില്ല റോട്ടിലേക്ക് വെള്ളം കയറുക. അത്രയും ഇങ്ങനെ മുട്ടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും തീരെ മഴ ഉണ്ടായിരുന്നില്ല. എൻ്റെ വണ്ടിയിലാണ് കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വണ്ടി വിച്ചു ഓടിക്കുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. പുതിയ വണ്ടിയായ കാരണമാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇഷ്ടമല്ല എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ശോഭയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് 2 പേർക്കും ഇഷ്ടമുള്ളൊരു പ്ലേസ് ആണ് കേട്ടോ ശോഭ. അതിൻ്റെ റീസൺ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം ഫസ്റ്റ് ടൈം നമ്മൾ നേരിൽ കാണുന്നത് ശോഭയിൽ വെച്ചിട്ടാണ്. ശോഭയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരെ പോണത് എപ്പോഴും സ്റ്റുഡിയോയിലേക്കായിരിക്കും. സ്റ്റുഡിയോയിൽ നിന്നാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റാറുള്ളത് കേട്ടോ. ഡ്രസ്സായാലും മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് ആയാലും. മേക്കപ്പിൻ്റെ പ്രൊഡക്ട്സ് ഞാൻ അങ്ങനെ കാര്യമായിട്ട് മേടിക്കാറില്ല. നെയിൽ പോളിഷസ് ഞാൻ കുറേ മേടിച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റുഡിയോന്ന്. കൂടുതലും നമ്മൾ സ്റ്റുഡിയോന്ന് മേടിക്കുന്നത് ഡ്രസ്സായിരിക്കും കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വിച്ചു നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും വിച്ചുവിന് ടീഷർട്ട് അല്ലെങ്കിൽ ഷർട്ട് മേടിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഇട്ടിരിക്കുന്ന ഷർട്ട് അടക്കം ഞാൻ മേടിച്ചു കൊടുത്തതാണ്. ഞാൻ വന്നപ്പോൾ കൊടുത്തതാണ് കേട്ടോ. അതേ സെയിം ഷർട്ട് ഇവിടെ കണ്ടു. ഞാൻ ആന്ധ്രയിൽ നിന്ന് സ്റ്റുഡിയോന്ന് മേടിച്ചതാണ്. ഇതിപ്പോൾ തൃശ്ശൂർ സ്റ്റുഡിയോയിൽ. ഞാൻ ഇട്ട ഡ്രസ്സും സ്റ്റുഡിയോത്തെ ഡ്രസ്സാണ് കേട്ടോ. ഒരു ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ മാച്ച് ആൻഡ് മാച്ചിന് ഞാൻ മേടിച്ചതാണ്. 2 ഏകദേശം ഒരു ഗ്രീൻ കളറാണ് കേട്ടോ, ഒരു പിസ്ത ഗ്രീൻ. അപ്പം ഞാൻ വിച്ചുവിന് വേണ്ടിയിട്ട് ഷർട്ട് സെലക്ട് ചെയ്യാണ് കേട്ടോ. ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട് സെലക്ട് ചെയ്യാണ്. വിച്ചുവിനാണെങ്കിൽ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല. അപ്പോൾ പിന്നെ ഞാനാണ് സെലക്ട് ചെയ്യാറുള്ളത് കേട്ടോ. ഞാൻ മേടിച്ചു കൊടുത്ത ഷർട്ടായാലും അതുപോലെ തന്നെ ടീഷർട്ടായാലും വിച്ചുവിന് ഭയങ്കര ഇഷ്ടമാവാറുണ്ട് കേട്ടോ. ഇത്രയും നമ്മൾ മേടിച്ചു കൊടുത്തതിൽ വിച്ചു ഇഷ്ടമായിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിച്ചുവിന് ഇഷ്ടമാവാറുണ്ട്. അപ്പം ഞാനിങ്ങനെ കാഷ്വൽ വെയർ വേണോ, നോർമൽ വെയർ വേണോ, ഡെയിലി വെയർ വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനലി ഞാനൊരു ടീഷർട്ടും അല്ല ഷർട്ടും അല്ലാത്തൊരു മോഡൽ സാധനം ഞാൻ എടുത്തു കേട്ടോ. ഇത് ടീഷർട്ടെന്ന് പറയാം, ഷർട്ടെന്ന് പറയാം. മെറ്റീരിയൽ കുറച്ച് സീത്രൂ ആണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. വൈറ്റ് കളറാണ്. ഞാനിത് എടുത്തപ്പോൾ തന്നെ വിച്ചുവിൻ്റെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആയിട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലായി വിച്ചുവിൻ്റെ ഇത് ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിച്ചുവിൻ്റെ സൈസൊക്കെ എനിക്ക് ഓൾറെഡി അറിയണ കാരണം ഞാൻ ആ സൈസ് എടുത്തു കേട്ടോ. പക്ഷേ വിച്ചു പറഞ്ഞു ഇതല്ല, എനിക്കിതിന് ചെറുതാണ് വേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ചെറുത് ഇട്ട് നോക്കിയപ്പോൾ ടൈറ്റ് ആയിരുന്നു. അപ്പം ഞാൻ എടുത്തതായിരുന്നു കറക്റ്റ് സൈസ് കേട്ടോ. ലാസ്റ്റ് തവണ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞാനതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്നോട് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നും അവിടെ കണ്ടില്ല. വിച്ചുമായിട്ട് എനിക്ക് ഡ്രസ്സ് എടുത്ത് തരൽ കുറവാണ് കേട്ടോ. കൂടുതൽ എനിക്ക് ക്യാഷ് അയച്ചു തരികയാണ് ചെയ്യാറ്. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ എന്ന് പറയുകയാണ് ചെയ്യാറ്. കാരണം വിച്ചുവിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ സെലക്ഷൻ വേറെയാണ്, എൻ്റെ ഒരു സെലക്ഷൻ വേറെയാണ്. അപ്പോൾ 2 പേരും കൂടി പിന്നെ ലാസ്റ്റ് തല്ലുണ്ടാവേണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തരും കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് എനിക്കും ഡ്രസ്സ് എടുക്കുക, എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ വിച്ചുവിനും ഡ്രസ്സ് എടുക്കുക കേട്ടോ. പക്ഷെ അത് അവന് ഭയങ്കര ഇഷ്ടമാവാറുണ്ട് കേട്ടോ എല്ലാ ഡ്രസ്സും. പിന്നെ നമ്മൾ ഡ്രസ്സൊന്നും എടുത്തില്ല ഞാൻ എനിക്ക് വേണ്ടിയിട്ട്. എനിക്കൊരു പെർഫ്യൂം എടുത്തു. അതെന്നെ ആൾക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളും സെയിം പെർഫ്യൂം എടുത്തു. അതിനുശേഷം നമ്മൾ ബില്ല് പേ ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് ട്രെൻഡ്സിലേക്കാണ് കേട്ടോ. കാരണം എനിക്ക് ഡ്രസ്സ് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ ട്രെൻഡ്സിൽ പോയി. അവിടെയും കുറച്ച് നേരം നടന്ന് നമ്മൾ ഡ്രസ്സ് നോക്കി. എനിക്കൊന്നും അങ്ങോട്ട് ഇഷ്ടമാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഡ്രസ്സൊന്നും മേടിച്ചില്ല. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഫുഡ് കോർട്ടിലേക്കാണ് കേട്ടോ. പിന്നെ വിച്ച് ക്യാമറയിൽ നോക്കണത് വളരെ കുറവായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ നോക്കുന്നത്. കാരണം പുള്ളിക്കാരനെ വീഡിയോയിലേക്ക് വരണത് ഇഷ്ടക്കേടൊന്നുമില്ല. പക്ഷേ എന്താ പറയുക, ഒരു നാണം അല്ലെങ്കിൽ ഷൈ ഉള്ള ഒരു കൂട്ടത്തിലാണ് കേട്ടോ. ഞാനത് ശരിയാക്കി എടുക്കുന്നുണ്ട് എന്തായാലും. അങ്ങനെ നമ്മളിതാ ഫുഡ് ഓർഡർ
ചെയ്തു കേട്ടോ. നമ്മൾ മക്ഡൊണാൾഡ്സ് എന്നാണ് കേട്ടോ ഫുഡ് ഓർഡർ ചെയ്തത്. കാരണം നമ്മൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, കഴിക്കാണ്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സിംഗിൾ ബർഗറിൻ്റെ മീലാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അത് 2 ബർഗറും അതുപോലെ തന്നെ 2 കോളയും 2 വലിയ ബോക്സ് ഫ്രഞ്ച് ഫ്രൈസും ഉണ്ടായിരുന്നു. നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ലാസ്റ്റ് കഴിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കധികം ഉണ്ടായിരുന്നു. ബർഗർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ വിച്ചുവിന് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. ഞാൻ വല്ലപ്പോഴാണ് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഫുഡ് കഴിക്കുക കേട്ടോ. പക്ഷേ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വിച്ചു പോളണ്ടിലെ സ്ഥിരം കഴിക്കുന്ന ഒരു ഫുഡാണ് മക്ഡൊണാൾഡ്സിൻ്റെ ബർഗർ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം അവന് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്നു കുറച്ച് നേരം സംസാരിച്ചു. അപ്പോഴേക്കും ചെറുതായിട്ട് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മഴ ഒന്ന് മാറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിന്നെ ലേറ്റ് ആവേണ്ട വെച്ചിട്ടും നമ്മൾ കുടയൊക്കെ ചൂടി ഇറങ്ങി കേട്ടോ. നമുക്ക് റെയിൻ കോട്ട് ഉണ്ടല്ലോ, പക്ഷെ നമ്മൾ കുട ചൂടി ഇറങ്ങി ഇതാ വണ്ടിയുടെ അവിടെ എത്തുമ്പോഴേക്കും മഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് മെറ്റീരിയൽസ് എടുക്കാനുള്ള ഒരു ഷോപ്പിലേക്കാണ്. ഷോപ്പ് അല്ലാതെ ഒരു ഗോഡൗൺ ആണ്, കല്യാൺ സിൽക്കിൻ്റെ ഗോഡൗൺ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ മുൻപ് പോയിട്ടുണ്ടായിരുന്നു, വിച്ചുവാണെങ്കിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ. തീരെ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വണ്ടിയിൽ കയറിയപ്പോൾ തീരെ മഴ ഉണ്ടായിരുന്നില്ല, പക്ഷെ നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യത്തിനാണ് നമുക്ക് മഴ കിട്ടാഞ്ഞത് നിന്ന്. പക്ഷെ നമ്മൾ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല മഴക്കാറുണ്ടാവും കേട്ടോ. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ആകാശപാതയൊക്കെ കടന്നിട്ടാണ് പോയത്. ഫൈനലി നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഡള്ളായിട്ടോ, രാവിലെ ഇറങ്ങിയിട്ടല്ല, അതിൻ്റെ ഒരു ഡൾനെസ് ആണ്. നമ്മളങ്ങനെ മെറ്റീരിയൽ ഷോപ്പിൽ എത്തി. ഞാൻ കുറച്ച് മെറ്റീരിയൽസൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ വിച്ചു അവിടെ റെസ്റ്റ് ചെയ്യായിരുന്നു, കാരണം വിച്ചുവിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു, ഇത് കുറച്ചധികം ടൈം എടുക്കുന്ന പരിപാടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാനിവിടെ മെറ്റീരിയൽസ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫൈനലി നമ്മൾ കുറച്ച് മെറ്റീരിയൽസ് സെലക്ട് ചെയ്തു. നമ്മൾ സ്റ്റോറിൻ്റെ പേജിൽ നമ്മളത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, ഏതൊക്കെ ഡ്രസ്സാണെന്നൊക്കെ ഞാൻ സ്റ്റോറിൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ അവിടുത്തെ ബില്ലൊക്കെ അടച്ച് നമ്മൾ പോകുന്നു കേട്ടോ. നമ്മൾ ഇപ്രാവശ്യം ഒരു 4 മെറ്റീരിയൽസ് ആണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അധികം അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ അജ്രക്ക് അന്വേഷിച്ചിട്ടാണ് പോയത്, പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയപ്പോൾ റെയിൻ കോട്ട് ഇട്ടു, മഴ കിട്ടണ്ട വെച്ചിട്ട്. പിന്നെ ഡ്രസ്സൊക്കെ മെറ്റീരിയൽ നമ്മൾ സേഫ് ആക്കി വെച്ചു, മഴ ഉണ്ടെങ്കിൽ നനയണ്ട വെച്ചിട്ട്. പക്ഷേ മഴയൊന്നും പെയ്തില്ല. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്, അതായത് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ അക്ഷയയിൽ കയറി കേട്ടോ. നമ്മൾ സ്ഥിരം കയറുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് ഹോട്ടൽ അക്ഷയ. തൃശ്ശൂർ നമ്മൾ എവിടേക്കെങ്കിലും അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ ഫുഡ് കഴിക്കുക. ഭയങ്കര അടിപൊളി ടേസ്റ്റ് ഉള്ള ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. നമ്മൾ ഓർഡർ ചെയ്തത് പൊറാട്ടയും അതുപോലെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ. ഞാൻ ആകെ ഒരു ഒറ്റ പൊറാട്ടയാണ് കേട്ടോ കഴിച്ചത്, കാരണം നമ്മൾ ഓൾറെഡി ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അധികം അങ്ങോട്ട് വിശക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബീഫ് കറി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സ്പൈസി ബീഫ് കറി ആയിരുന്നു. നമ്മുടെ വീട്ടിൽ അങ്ങനെ ബീഫ് വെക്കാത്ത കാരണം നമ്മൾ ഇതുപോലെ പുറത്തേക്ക് അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോഴാണ് കേട്ടോ ബീഫ് കഴിക്കാറുള്ളത്. രണ്ടാളും വീട്ടിൽ അങ്ങനെ ബീഫ് വെക്കില്ല കേട്ടോ. നമ്മളിങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴാണ് കഴിക്കാറുള്ളത്. രണ്ടാളും നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഹെൽമെറ്റൊക്കെ ഇട്ട് നമ്മളിനി പോണത് നേരെ തിരിച്ച് വീട്ടിലേക്കാണ് കേട്ടോ. വേറെ എവിടേക്കല്ലോ വീട്ടിലേക്കാണ്. അതിൻ്റെ ഇടയിൽ വിച്ചുവിന് കുറേ കോൾസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ബിസിനസ്സിൻ്റെ കാര്യമായിട്ട് കുറേ കോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ട് കുറച്ച് മുൻപായിട്ട് നമ്മളൊരു ടീ ഷോപ്പിൽ നിർത്തിയിട്ട് വിച്ചുവിന് ചായ കുടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഒരു ചായയും അതുപോലെ തന്നെ എനിക്കൊരു ഉപ്പ് സോഡയും പറഞ്ഞു കേട്ടോ. എനിക്ക് ഉപ്പ് സോഡയാണ് ഇഷ്ടം. ഉപ്പ് സോഡയും പറഞ്ഞു. പിന്നെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു, നമ്മളൊന്നും പറഞ്ഞില്ല. പകരം നമ്മൾ ഉപ്പിലിട്ട മാങ്ങയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കുറേ ഇതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ പിന്നെ ഉപ്പിലിട്ട മാങ്ങ കഴിച്ചിരുന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ ചായ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കുള്ള ഉപ്പ് സോഡ എത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നമ്മൾ മെല്ലെയാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ 2 പേരുടെ ഫേസും ഭയങ്കരമായിട്ട് ഡള്ളായിട്ടോ, കാരണം നമ്മൾ മോർണിംഗ് ആണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഈവനിങ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുടിച്ചിറങ്ങിയിട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിയിലൊരു പാടം കണ്ടു. ഇപ്പോൾ ഇത് പാടല്ല, ഇപ്പോൾ ഇത് പുഴയാണ്. മുൻപ് ഇത് പാടമായിരുന്നു കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.